നമസ്തേ. ഇനി ഇവിടെ പാരായണം ചെയ്യേണ്ടത് ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് ജ്ഞാനവിജ്ഞാനങ്ങളുടെയും ഭക്തിയുടെയും യമനിയമാദികളുടെയും വർണ്ണന. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥേകോനവിംശോऽധ്യായः. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഭഗവാനുവാച. യോ വിദ്യാശ്രുതസമ്പന്ന ആത്മവാന്നാനുമാനിക മായാമാത്രമിദം ജ്ഞാത്വാ ജ്ഞാനം ച മയി സന്യസേത്. ജ്ഞാനിനസ്ത്വഹമേവേഷ്ടാ സ്വാർത്ഥോ ഹേതുശ്ച സമ്മത. സ്വർഗശ്ചൈവാപവർഗശ്ച നാന്യർത്ഥോ മൃതത്തെ പ്രിയ. ജ്ഞാനവിജ്ഞാനസംസിദ്ധാ പദം ശ്രേഷ്ഠം വിദുർമമ. ജ്ഞാനീ പ്രിയതമോദോ മേ ജ്ഞാനേനാസൗ ബിഭർത്തി മാം. തപസ്തീർത്ഥം ജപോദാനം പവിത്രാണീതരാണി ച നാലം കുർവന്തി താം സിദ്ധിം യാ ജ്ഞാനകലയാ കൃതാ. തസ്മാത് ജ്ഞാനേന സഹിതം ജ്ഞാത്വാ സ്വാത്മാനമുദ്ധവ. ജ്ഞാനവിജ്ഞാനസമ്പന്നോ ഭജ മാം ഭക്തിഭാവിതാ. ജ്ഞാനവിജ്ഞാനയജ്ഞേന മാമിഷ്ട്വാത്മാനമാത്മനി സർവയജ്ഞപതിം മാം വൈ സംസിദ്ധിം മുനയോ ഗമൻ. ത്വയ്യുദ്ധവാശ്രയതി യസ്ത്രിവിധോ വികാരോ മായാന്തരാപതതി നാദ്യപവർഗയോര്യ ജന്മാദയോസ്യദമീ തവ തസ്യ കിം സ്യുരാദ്യന്തയോരദസദോസ്തി തദേവ മധ്യേ. ഉദ്ധവ ഉവാച. ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതദ്വൈരാഗ്യവിജ്ഞാനയുതം പുരാണം. ആഖ്യാഹി വിശ്വേശ്വര വിശ്വമൂർത്തേ ത്വദ്ഭക്തിയോഗം ച മഹദ്വിമൃഗ്യം. താപത്രയേണാഭിഹതസ്യ ഘോരേ സംതപ്യമാനസ്യ ഭവാദ്വനീശ. പശ്യാമി നാന്യച്ചരണം തവാഘ്രെ ദ്വന്ദ്വാതപത്രാദമൃതാഭിവർഷാൽ. ദഷ്ടം ജനം സമ്പതിദം ബിലേസ്മിൻ കാലാഹിനാ ക്ഷുദ്രസുഖോരുതർഷം. സമുദ്ധരൈനം കൃപയാപവർഗ്യൈർവചോഭിരാസിഞ്ച മഹാനുഭാവാ. ശ്രീഭഗവാനുവാച. ഇത്തമേതത്പുരാ രാജാ ഭീഷ്മം ധർമ്മഭൃതാം വരം. അജാതശത്രുപപ്രച്ഛ സർവേഷാം നൂനുശൃണ്വതാം. നിവൃത്തേ ഭാരതേ യുദ്ധേ സുഹൃന്നിധനവിഹ്വല. ശ്രുത്വാ ധർമാൻ ബഹൂൻ പശ്ചാന്മോക്ഷധർമാനപൃച്ഛത. താനം തേഭിദാസ്യാമി ദേവവ്രതമുഖാശ്രുതാൻ. ജ്ഞാനവൈരാഗ്യവിജ്ഞാന ശ്രദ്ധാഭക്തിപബൃംഹിതാൻ. നവൈകാദശ പഞ്ചത്രിൻ ഭാവാൻ ഭൂതേഷു യേന വൈ ഈക്ഷേദാധൈകമപ്യേഷു തജ്ഞാനം മമ നിശ്ചിതം. ഏതദേവ ഹി വിജ്ഞാനം ന തഥൈകേന യേന യത്. സ്ഥിത്യുത്പത്യപ്യാൻ പശ്യേ ഭാവാനാം ത്രിഗുണാത്മനാം. ആദാവന്തേ ച മധ്യേ ച സൃജ്യാസൃജ്യം യദന്വയാ. പുനസ്താ പ്രതിസംഗ്രാമേ ച്ഛിഷ്യേത തദേവ സ. ശ്രുതിപ്രത്യക്ഷമൈതിഹ്യമനുമാനം ചതുഷ്ടയം. പ്രമാണേഷ്വനവസ്ഥാനാ വികൽപ്പാ സ വിരജ്യത്തെ. കർമ്മണം പരിണാമിത്യാദ്വാ വിരിഞ്ചാദമംഗളം. വിഭശ്ചിൻ അശ്വരം പശ്യേത ദൃഷ്ടമപി ദൃഷ്ടവ.
ഭക്തിയോഗപുരൈവോക്ത പ്രീയമാണായ തേനഘ പുനശ്ച കഥയിഷ്യാമി മദ്ഭക്തേ കാരണം പരം ശ്രദ്ധാമൃതകഥായാം മേ ശശ്വന്മദനുകീർത്തനം പരിനിഷ്ഠാ ച പൂജായാം സ്തുതിഭിസ്തവനം മമ ആദരപര്യചര്യായാം സർവാംഗൈരഭിവന്ദനം മദ്ഭക്ത പൂജാഭ്യധികാ സർവഭൂതേഷു മന്മതി മദർത്ഥേഷ്വംഗചേഷ്ടാ ച വചസാ മദ്ഗുണേരണം മയ്യർപ്പണം ച മനസാ സർവകാമവിവർജനം മദർത്ഥേർത്ഥപരിത്യാഗോ ഭോഗസ്യ ച സുഖസ്യ ച ഇഷ്ടം ദത്തം ഹുതം ജപ്തം മദർത്ഥം യദ്വ്രതം തപ ഏവം ധർമ്മൈർമനുഷ്യാണാമുദ്ധവാത്മനിവേദിനാം മയി സഞ്ജായതേ ഭക്തി കോന്യോർത്ഥോസ്യാവശിഷ്യത്തെ യഥാത്മന്യർപ്പിതം ചിത്തം ശാന്തം സത്യോപബൃംഹിതം ധർമ്മം ജ്ഞാനം സവൈരാഗ്യമൈശ്വര്യം ചാഭിപദ്യത്തെ യദർപ്പിതം തദ്വികൽപേ ഇന്ദ്രിയൈ പരിധാവതി രജസ്വലം ചാസസന്നിഷ്ഠം ചിത്തം വിദ്ധി വിപര്യം ധർമ്മോ മദ്ഭക്തികൃത് പ്രോക്തോ ജ്ഞാനം ചൈകാത്മ്യദർശനം ഗുണേഷ്വസംഗോ വൈരാഗ്യമൈശ്വര്യം ചാണിമാദയ ഉദ്ധവ ഉവാച യമഃ കതിവിധ പ്രോക്തോ നിയമോ വാരികർശന ക ശമഃ കോ ദമഃ കൃഷ്ണ കാ തിതിക്ഷാ ധൃതി പ്രഭോ കിം ദാനം കിം തപഃ ശൗര്യം കിം സത്യമൃതമുച്യത്തെ കസ്ത്യാഗഃ കിം ധനം ചേഷ്ടം കോ യജ്ഞഃ കാ ച ദക്ഷിണ പുംസഃ കിം സ്വേ ബലം ശ്രീമൻ ഭഗോ ലാഭശ്ച കേശവ കാ വിദ്യാ ഹ്രീ പരാ കാ ശ്രീ കിം സുഖം ദുഃഖമേവ ച കഃ പണ്ഡിതഃ കശ്ച മൂർഖ കഃ പന്ഥാ ഉത്പതശ്ച കഃ സ്വർഗോ നരകഃ കഃ സ്വിത് കോ ബന്ധുരുത കിം ഗൃഹം ക ആഢ്യാ കോ ദരിദ്രോ വാ കൃപണഃ കഃ ഈശ്വര ഏതാൻ പ്രശ്നാൻ മമ ബ്രൂഹി വിപരീതാം ച സത്പതേ ശ്രീഭഗവാനുവാച അഹിംസാ സത്യമസ്തേയമസംഗോ ഹ്രീരസഞ്ജയ ആസ്തിക്യം ബ്രഹ്മചര്യം ച മൗനം സ്ഥൈര്യം ക്ഷമാഭയം ശൗചം ജപസ്തപോ ഹോമ ശ്രദ്ധാതിഥ്യം മദർശനം തീർത്ഥാടനം പരാർത്ഥേഹ തുഷ്ടിരാചാര്യസേവനം ഏതേ യമാസ നിയമാ ഉഭയോർദ്വാദശ സ്മൃതാ പുംസാമുപാസിതാസ്താദാ യഥാ കാമം ദുഹന്തി ഭീം ശമോ മന്നിഷ്ഠതാ ബുദ്ധേർദമ ഇന്ദ്രിയ സംയമ തിതിക്ഷാ ദുഃഖസമ്മർഷോ ജിഹ്വോപസ്ഥജയോ ധൃതി ദണ്ഡന്യാസ പരം ദാനം കാമത്യാഗസ്തപസ്മൃതം സ്വഭാവവിജയശൗര്യം സത്യം ച സമദർശനം ഋതം ച സൂനൃതാവാണി കവിഭിഃ പരികീർത്തിത കർമ്മസ്വസംഗമ ശൗചം ത്യാഗ സന്യാസ ഉച്യത്തെ ധർമ്മ ഇഷ്ടം ധനം നൂണാം യജ്ഞോഹം ഭഗവത്തമ ദക്ഷിണാ ജ്ഞാനസന്ദേശ പ്രാണായാമ പരം ബലം ഭഗോമ ഐശ്വരോ ഭാവോ ലാഭോ മദ്ഭക്തിരുത്തമ വിദ്യാത്മനിഭിധാബാധോ ജുഗുപ്സാരീരകർമ്മസു ശ്രീർഗുണാ നൈരപേക്ഷ്യാദ്യാ സുഖം ദുഃഖസുഖാത്യയ ദുഃഖം കാമസുഖാപേക്ഷാ പണ്ഡിതോ ബന്ധമോക്ഷവിത് മൂർഖോ ദേഹാദ്യഹം ബുദ്ധി പന്ഥാമന്നിഗമസ്മൃത ഉത്പതശ്ചിത്തവിക്ഷേപ സ്വർഗസത്വഗുണോദയ നരകസ്തമ ഉന്നാഹോ ബന്ധുർഗുരുരഹം സഖേ ഗൃഹം ശരീരം മാനുഷ്യം ഗുണാഢ്യോ ഹ്യാഢ്യ ഉച്യത്തെ ദരിദ്രോ യസ്ത്വസന്തുഷ്ട കൃപണോ യോജിതേന്ദ്രിയ ഗുണേഷ്വസക്തധീരീശോ ഗുണസംഗോ വിപര്യയ ഏത ഉദ്ധവത്തെ പ്രശ്ന സർവേ സാധു നിരൂപിതാ കിം വർണ്ണിതേന ബഹുനാ ലക്ഷണം ഗുണദോഷയോ ഗുണദോഷദൃശിർദോഷോ ഗുണസ്തൂഭയവർജിതാ ശ്രീഹരേ നാരായണ
ഹരി ഓം തത്സൽ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഏകോനവിംശോऽധ്യായः. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.